ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസ് CBI അന്വേഷിക്കണമെന്ന ആവശ്യം തള്ളിയ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുമെന്ന് വന്ദനാദാസിന്റെ മാതാപിതാക്കളായ മോഹൻദാസും വസന്തകുമാരിയും പറഞ്ഞു. സംഭവത്തിൽ പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായെന്നും മകൾക്ക് നീതി ലഭിക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്നും മാതാപിതാക്കൾ പറഞ്ഞു. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഹൗസ് സർജനായിരുന്ന ഡോക്ടർ വന്ദനാദാസ് കൊല്ലപ്പെട്ട സംഭവത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് മാതാപിതാക്കളായ മോഹൻദാസും വസന്തകുമാരിയുമാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ കേസ് പലതവണ ഹൈക്കോടതി പരിഗണനയ്ക്കെടുത്തെങ്കിലും വീണ്ടും മാറ്റിവെക്കുകയും ബെഞ്ച് മാറുകയും ചെയ്തതായി പിതാവ് മോഹൻദാസ് പറഞ്ഞു. അകാലത്തിൽ ജീവൻ ബലികൊടുക്കേണ്ടി വന്ന തന്റെ മകൾക്ക് നീതി ലഭിക്കുവാൻ ഏതറ്റം വരെ പോകുമെന്നും മോഹൻദാസ് പറഞ്ഞു. എൻ്റെ മകളുടെ കൊലപാതകത്തിൽ സംശയങ്ങളും അതുപോലെ തന്നെ കൃത്യമായ അന്വേഷണത്തിൻ്റെ പോരായ്മയും ഉണ്ട് എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അതിനുവേണ്ടി ഡിവിഷൻ ബെഞ്ചിൽ ഉടനെ തന്നെ ഞങ്ങൾ പെറ്റീഷൻ വീണ്ടും ഫയൽ ചെയ്യുകയാണ്. നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വാസമുണ്ട് കേസ് ജയിക്കും. ഡിവിഷൻ ബെഞ്ചിൽ തന്നെ ഞങ്ങൾക്ക് ഉത്തരവ് കിട്ടുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ കഴിഞ്ഞുകൂടുന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്നും അംഗീകരിക്കാൻ കഴിയാത്ത വീഴ്ചയുണ്ടായെന്നും ഇത് മറച്ചുവെച്ചാണ് അന്വേഷണം നടന്നതെന്നുമാണ് കുടുംബം ആരോപിക്കുന്നത്. 2023 മെയ് മാസം 10-ാം തീയതിയാണ് ഡോക്ടർ വന്ദനാദാസ് ഡ്യൂട്ടിക്കിടയിൽ അക്രമിയായ സന്ദീപിന്റെ കുത്തേറ്റ് മരണമടഞ്ഞത്. കൊലപാതക സംഭവവുമായി ബന്ധപ്പെട്ട് കൊട്ടാരക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പോലീസ് അന്വേഷണം പൂർത്തീകരിച്ച് അന്തിമ റിപ്പോർട്ട് നൽകിയിരുന്നു. പോലീസിനെതിരെ സംശയമുണ്ടാകുമ്പോൾ CBIക്ക് അന്വേഷണം സാധാരണഗതിയിൽ കൈമാറാറുണ്ടെന്നും എന്നാൽ ഈ കേസിൽ അത്തരം സാഹചര്യങ്ങൾ പരിഗണിക്കപ്പെട്ടില്ലെന്നും കുടുംബം ആരോപിക്കുന്നു. സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് കുടുംബം. ഓർമ്മകൾ നിറഞ്ഞ വീട്ടിൽ വന്ദനയുടെ പഠനമുറിയിൽ പാഠപുസ്തകങ്ങളും സ്റ്റെതസ്കോപ്പും ഓവർകോട്ട് അടക്കമുള്ള വസ്തുക്കൾ ഇപ്പോഴും കുടുംബം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. സ്റ്റാർ വിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ.